പെരുന്നാൾ സ്പെഷ്യൽ മീൻകറിയാണ് കേട്ടോ ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മീനൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ തേങ്ങയാണ്. അപ്പോൾ തേങ്ങ എടുത്ത് ഒന്ന് വെള്ളം വലിച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കണ്ട. അപ്പോൾ തേങ്ങ ഒന്നിട്ട് വെള്ളം വലിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞപ്പൊടി, അതുപോലെ മല്ലിപ്പൊടി, മുളക് പൊടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് കരിയാതെ നോക്കണം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള വെള്ളം പിന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഉപ്പ് ചേർക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് തന്നെ ഇത് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇത്രയും തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇത്തിരി കൂടി ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് താളം ഇങ്ങനെ വരുമ്പോൾ തന്നെ കയ്യിൽ വെച്ച് ഇങ്ങനെ പിരിയാതെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഉള്ളിയും വേപ്പിലയും കൂടി നമ്മൾ ഇതിലേക്ക് താളിച്ചൊഴിക്കുകയാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റി മീൻ കറിയാണ്.